ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ദേശീയ അധ്യാപക പരിഷത്ത് അഥവാ NTU CM കിഡ്സ് സ്കോളർഷിപ്പ് മോഡൽ എക്സാമിന് 2026 ആൻസർ കീയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് മലയാളം പാർട്ട് 1 ആണല്ലേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നൊമ്പരം എന്ന വാക്കിന് പകരം വരുന്ന പദം ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സ്വപ്നം, ഓപ്ഷൻ ബി ശരീരം, ഓപ്ഷൻ സി ഉറക്കം, ഓപ്ഷൻ ഡി വിഷമം. അപ്പം നൊമ്പരം എന്ന വാക്കിന് പകരം വരുന്ന പദമാണ്. അപ്പം ഏതായിരിക്കും? അതെ, ഓപ്ഷൻ ഡി വിഷമം എന്നുള്ളതാണല്ലേ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടി തെറ്റിയാൽ ആനയും വീഴും പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? ഉപകാരം ലഭിച്ചിടത്ത് നന്ദികേട് കാണിക്കരുത്, വമ്പന്മാർക്കും അബദ്ധം സംഭവിക്കാം, പുറമോടി കണ്ട് ഭ്രമിക്കരുത്, ആനയെ അടിക്കരുത്. ആൻസർ ഏതാ വരുന്നത്? അതെ, ആൻസർ ഓപ്ഷൻ ബി വമ്പന്മാർക്കും അബദ്ധം സംഭവിക്കാം എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ദെൻ ശരിയായി എഴുതിയ പദങ്ങൾ ഏതൊക്കെ? ഐകമത്യം, കൃത്രിമം, പ്രവൃത്തി, അതിഥി. അതിൽ ശരിയായിട്ട് എഴുതിയത് ഏതൊക്കെ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 3, 4, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി 2, 3, 4. അപ്പോൾ ഇതിൽ ശരിയായിട്ട് എഴുതിയിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ്? അതെ, 3ഉം 4ഉം ആണല്ലേ. 3ഉം 4ഉം. ആൻസർ ഓപ്ഷൻ ബി 3, 4. പറയുന്നയാൾ എന്നർത്ഥം വരുന്ന പദമേത്? വാഗ്മി, ശ്രോതാവ്, ജിജ്ഞാസു, വക്താവ്. പറയുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അതെ, ആൻസർ ഓപ്ഷൻ ഡി ആണല്ലേ, വക്താവാണ്. ഓക്കെ, ദെൻ തന്നിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അക്ഷരമാലാക്രമം ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. കരുണ, കല, കഴുകൻ, കടവാതിൽ. ഓപ്ഷൻ ബി കല, കരുണ, കഴുകൻ, കടവാതിൽ. ഓപ്ഷൻ സി എന്താണ്? കടവാതിൽ, കഴുകൻ, കരുണ, കല. ഓപ്ഷൻ ഡി കടവാതിൽ, കരുണ, കല, കഴുകൻ. അപ്പോൾ ഇത് റൈറ്റ് ആൻസർ ഏതാ വരുന്നത്? അതെ, ഓപ്ഷൻ ഡി ആണല്ലേ, കടവാതിൽ, കരുണ, കല, കഴുകൻ എന്നതാണ് ആൻസർ. ഇനി കേരള വാത്മീകി എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന കവി? വള്ളത്തോൾ, ബി എഴുത്തച്ഛൻ, സി വൈലോപ്പിള്ളി, ഡി കുമാരനാശാൻ. കേരള വാത്മീകി എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന കവി ഏതാണ്? അതെ, ആൻസർ ഓപ്ഷൻ എ വള്ളത്തോളാണല്ലേ. ശരിയായ കൂട്ടത്തിൽ പെടാത്തത് ഏവ എന്നാണല്ലേ. പക്ഷി, ഗഗം, പത്രി, ധരിത്രി. മധു, സ്മേരം, മകരന്തം, തേൻ. ആമോദം, ആനന്ദം, ഹർഷം, സന്തോഷം. മാരുതൻ, പവനൻ, കാറ്റ്, അനിലൻ. ഇനി ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 3, 4, ഓപ്ഷൻ സി 3, 2, ഓപ്ഷൻ ഡി 1, 2, 3, 4. അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? അത് ഓപ്ഷൻ ബി 3, 4 എന്നുള്ളതാണ് അല്ലേ. ഓപ്ഷൻ ബി ശരിയായ കൂട്ടമല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3, 4. ആൻസർ ഓപ്ഷൻ ബി 3, 4. ഓക്കെ, ഇനി നമുക്ക് കൂട്ടത്തിൽ പെടാത്തത് ഏത്? മഴ പ്ലസ് കാലം, മഴ പ്ലസ് വെള്ളം, മഴ പ്ലസ് തുള്ളി, കുട്ടി പ്ലസ് കളി. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കൂട്ടത്തിൽ പെടാത്തത്? നമുക്കറിയാം ഏതാണ്. മഴ പ്ലസ് വെള്ളമാണല്ലേ. ആൻസർ ഓപ്ഷൻ ബി മഴ പ്ലസ് വെള്ളം. ഇനി താഴെ പറയുന്നവയിൽ ജീവചരിത്രക്കുറിപ്പിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരാളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടാമത് എന്താണ്? അവരുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. 3 ആശയങ്ങൾ ക്രമമായിട്ട് എഴുതിയിട്ടുണ്ട്. 4 ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്താണ് എഴുതിയത്. അപ്പം ഇനി ഇത് ഏതൊക്കെയാണ് സവിശേഷതകൾ? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നു നോക്കൂ, 1, 2, 3. ഓപ്ഷൻ ബി 1, 4. ഓപ്ഷൻ സി 2, 3, 4. ഓപ്ഷൻ ഡി 1, 2, 3, 4. അപ്പം ആൻസർ ഏതായിരിക്കും വരിക? അതെ, ഓപ്ഷൻ ഡി 1, 3, 1, 2, 3, 4 അല്ലേ. ഓപ്ഷൻ ഡി 1, 2, 3, 4. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യം. ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്നവയെ ശരിയായ രീതിയിൽ ചേർത്ത് എഴുതിയത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചിറകുള്ള ബസ്, ഹരിനാരായണൻ, മുന്നറിയിപ്പ്, അക്കിത്തം, കാത്തിരിപ്പ്, വിഷ്ണുപ്രസാദ്, തെയ്യത്തിന്തക, ചെറുശ്ശേരി. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വരച്ച് നോക്കുക. അതിന് ശേഷം ആൻസർ നോക്കുക. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ എന്താ കൊടുത്തിട്ടുള്ളത്? 1 സി, 2 ബി, 3 ഡി, 4 എ. ഓപ്ഷൻ ബി 1 ഡി, 2 സി, 3 എ, 4 ബി. ഓപ്ഷൻ സി 1 എ, 2 ബി, 3 സി, 4 ഡി. ഡി ഓപ്ഷൻ എന്താണ്? 1 ബി, 2 ഡി, 3 എ, 4 സി. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക?
അതെ, ആൻസർ ഓപ്ഷൻ എ 1 സി 2 ബി 3 ഡി 4 എ എന്നുള്ളതാണല്ലേ. ഇനി ഇംഗ്ലീഷ് ആണല്ലേ. ഇംഗ്ലീഷ് നോക്കാം നമുക്ക്. റീഡ് ദ പോയിം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? ദ ഫ്രണ്ട്ലി ട്രീ ബിസൈഡ്സ് മൈ ഹൗസ് ദർ സ്റ്റാൻഡ്സ് എ ട്രീ വിത്ത് ബ്രാഞ്ചസ് വൈഡ് ആൻഡ് ലീവ്സ് ഓഫ് എ ട്രീ. ഇറ്റ് ഗിവ്സ് us shade from burning sun, a place for birds when day is done. It swings its arms where breezes blow and watches all the flowers grow. So plant a tree and let it rise to touch the blue and summer skies. അപ്പോൾ the first question എന്താണ്? Yes, the poem tells about, this poem tells about ഓപ്ഷൻ എ ഫ്ലവേഴ്സ്, ഓപ്ഷൻ ബി ട്രീ, ഓപ്ഷൻ സി സൺ, ഓപ്ഷൻ ഡി ബേർഡ്സ്. അപ്പോൾ ഈ പോയം എന്തിനെ കുറിച്ചാണ് കൂട്ടുകാരി പറയുന്നത്? പോയം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ ഇത് എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? അതെ, ട്രീയെ കുറിച്ചിട്ടാണ് അല്ലേ, മരത്തെ കുറിച്ചിട്ടാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ട്രീ. ഓക്കെ, ദെൻ വിച്ച് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് റൈമിംഗ് വേർഡ്സ് പെയർ. റൈമിംഗ് വേർഡ്സ് അല്ലേ പെയർ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ളത്, ശരിയായിട്ടുള്ളത്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്? ഈ സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യണ വേർഡ്സ് ആണല്ലേ. ഇവിടെ നോക്കൂ, ട്രീ ഫ്രീ, സ്കാൻ സ്കൈ, വൈറ്റ് ബ്ലൂ, ഗ്രോ ഡൺ. അപ്പോൾ ഇതിൽ ഏതാണ്? ട്രീ ഫ്രീ എന്നുള്ളതാണ് അല്ലേ. രണ്ടും സെയിം സൗണ്ടിലല്ലേ എൻഡ് ചെയ്യണത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ദെൻ വാട്ട് ഡസ് ദ ഫ്രേസ് ഡേ ഈസ് ഡൺ മീനിങ് ഇൻ ദ പോയം? ഡേ ഈസ് ഡൺ എന്തുകൊണ്ട് ഈ പോയത്തിന് മീൻ ചെയ്യുന്നത് എന്താണ്, അർത്ഥമാക്കുന്നത് എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ മോർണിംഗ്, ഓപ്ഷൻ ബി നോൺ, ഓപ്ഷൻ സി ഈവനിങ് ഓർ നൈറ്റ്, ഓപ്ഷൻ ഡി സൺഡേ. അപ്പോൾ ഇതിൽ ഏതാണ്? അതെ, ഓപ്ഷൻ സി ആണല്ലേ. ഈവനിങ് ഓർ നൈറ്റിനെയാണ് ഡേ ഈസ് ഡൺ എന്തുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി, ഓപ്ഷൻ സി ഈവനിങ് ഓർ നൈറ്റ്. Okay, then next question, the opposite word of wide is. Wide ന്റെ opposite word large, broad, small, narrow. Wide അതിന്റെ opposite word ഏതാണ്? നാരോ ആയിരിക്കും അല്ലെ, ഇടുങ്ങിയത്. നാരോ മീൻസ് ഇടുങ്ങിയത്. വൈഡ് എന്താണ്? വിശാലമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിന്റെ opposite word എന്താണ്? നാരോ. Then complete the sentence using the correct form the verb in bracket present or past tense. Yesterday Rahul a dash beautiful picture. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ഇൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ്സിൽ കൊടുത്തിട്ടുള്ള കറക്റ്റ് വെർബ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. യെസ്റ്റർഡേ രാഹുൽ എ ഡാഷ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇവിടെ ഡ്രോയുടെ പാസ്റ്റ് ഫോമാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഏതായിരിക്കും വരിക? ഡ്രോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? ഡ്രൂ ആണ് അല്ലേ. ഡ്രൂ, ഡ്രോ, ഡ്രൂ, ഡ്രോൺ അല്ലേ. അപ്പോൾ ഡ്രോ, ഡ്രൂ, ഓപ്ഷൻ സി ആണ് വരുന്നത്. ദെൻ ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ് എവറി മോർണിംഗ്. റൈസ് ആണല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ്? റൈസസ് ആണല്ലേ വരേണ്ടത്. ഇവിടെ ഏതാ വരേണ്ടത്? റൈസസ്. ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ് എവറി മോർണിംഗ് റൈസസ്. ഓപ്ഷൻ ബി റൈസസ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Read the passage and answer the following question. ഇവിടെ ഒരു പാസേജ് നൽകിയിട്ടുണ്ട്. ഇത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. വൺ സണ്ണി മോർണിംഗ് അപ്പു വാസ് വാക്കിംഗ് ടു ദ പാർക്ക്. ഒരു നല്ല വെയിലുള്ള മോർണിംഗിൽ എന്ത് ചെയ്യണം? അപ്പു പാർക്കിലേക്ക് നടക്കുകയാണല്ലേ. ഓൺ ദ വേ ഷീ സോ എ സ്മോൾ പപ്പി ഷിവറിംഗ് അണ്ടർ എ ബെഞ്ച്. പോകുന്ന വഴിക്ക് അവൻ എന്ത് കണ്ടു? ഒരു പപ്പി അല്ലേ, ഒരു കുഞ്ഞു പപ്പി കുഞ്ഞ് എന്ത് ചെയ്യാണ്? ബെഞ്ചിലിങ്ങനെ, ബെഞ്ചിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ വിറച്ചിരിക്കുകയാണല്ലേ. ഇറ്റ് ലുക്ക്ഡ് ഹംഗ്രി ആൻഡ് ലോസ്റ്റ്. അപ്പു റീച്ച്ഡ് ഇൻ ഹിസ് ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് ഹിസ് ബിസ്ക്യൂട്ട്സ്. അപ്പോൾ എന്ത് ചെയ്യാണ്? എൻ്റെ അടുത്ത് എത്തിയിട്ട് അതിന് ബാഗിൽ നിന്ന് ബിസ്കുട്ട്സ് ഒക്കെ എടുത്ത് കൊടുക്കുകയാണല്ലേ. ഹി ഫെഡ് ദ പപ്പി ആൻഡ് ഗേവ് ഇറ്റ് സം വാട്ടർ ഫ്രം ഹിസ് ബോട്ടിൽ. അവൻ ആ പപ്പിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. ദ പപ്പി വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ ഹാപ്പിലി. അപ്പോൾ പപ്പി എന്ത് ചെയ്തു? വളരെ സന്തോഷത്തോടു കൂടി അതിൻ്റെ വാലിങ്ങനെ ആട്ടിയല്ലേ. അപ്പോൾ ഡിസൈഡ് ടു ടേക്ക് ദ പപ്പി ഇൻ ടു ഹിസ് ഹോം ആൻഡ് നെയ്മഡ് ഇറ്റ് ഷാഡോ. ഹിസ് പാരൻസ് വർ ഹാപ്പി ടു സീ അപ്പൂസ് കൈൻഡ്നസ്. അങ്ങനെ അപ്പു എന്ത് ചെയ്യാണ്? അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ് അല്ലേ. എന്നിട്ട് അതിൻ്റെ ഒരു പേരും കൊടുത്തു. എന്തായിരുന്നു പേര്? ഷാഡോ എന്നല്ലേ. അപ്പോൾ ഹിസ് പാരൻസ് വർ ഹാപ്പി ടു സീ അപ്പൂസ് കൈൻഡ്നസ്. അപ്പുവിൻ്റെതായ ആ കൈൻഡ്നസ് കണ്ടു നോക്കുമ്പോൾ അവൻ്റെ പാരൻസിന് എന്തായി? വളരെയധികം സന്തോഷമായില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്?
വെൻ ഡിഡ് അപ്പു ഗോ ടു ദ പാർക്ക്? എപ്പോഴാണ് അപ്പു പാർക്കിലേക്ക് പോയത്? ഓൺ എ റൈനി ഡേ, ഓൺ എ സണ്ണി മോർണിംഗ്, അറ്റ് നൈറ്റ്, ഓൺ എ കോൾഡ് ഈവനിങ്. അപ്പോൾ ഇതിൽ ആൻസർ ഏതായിരിക്കും വരിക? അതെ, ഓൺ എ സണ്ണി മോർണിംഗ് ആണല്ലേ, നല്ല വെയിലുള്ള ഒരു മോർണിംഗിലാണല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദ വേർഡ് ഷിവറിംഗ് മീൻസ്, ഷിവറിംഗ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അർത്ഥം എന്താണെന്നാണ് അല്ലേ. സ്ലീപ്പിംഗ്, ഷേക്കിംഗ് വിത്ത് കോൾഡ് ഓർ ഫിയർ, റണ്ണിങ് ഫാസ്റ്റ്, ജമ്പിങ്. ഏതായിരിക്കും? ഷേക്കിംഗ് വിത്ത് കോൾഡ് ഓർ ഫിയർ എന്നുള്ളതാണ് അല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ഷേക്കിംഗ് വിത്ത് കോൾഡ് ഓർ ഫിയർ. ദെൻ ഓപ്ഷൻ ഇ നോക്കാം, ക്വസ്റ്റ്യൻ സി നോക്കാം. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. Appu went home, saw the puppy, fed biscuits. Saw the puppy, fed biscuit, took it home. Named Shadow went to the park, found biscuit. Parents were happy, puppy ran away, Appu cried. അതിൽ ശരിയായിട്ട് ക്രമത്തിലുള്ള സീക്വൻസ് ഏതൊക്കെയാണെന്ന് കൊടുത്ത് ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഏതായിരിക്കും? യെസ്, ബി ആണല്ലേ വരിക. ബി. Saw the puppy, fed biscuits, took it home. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ ഡി നോക്കാം. സ്റ്റേറ്റ്മെന്റ്. അപ്പു ഫെഡ് ദ പപ്പി, റീസൺ ദ പപ്പി ലുക്ക്ഡ് ഹംഗ്രി. Both are true and the reason is the correct explanation. Then both are true but the reason is not correct. Then statement is false, reason is true. Statement is true but the reason is false. അപ്പോൾ ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? യെസ്, സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ബട്ട് ദ റീസൺ ഈസ് ഫാൾസ്. റീസൺ എന്താണ്? ഫാൾസ് ആണ് അല്ലേ. അതിന്റെ കാരണം എന്ന് പറയുന്നത് തെറ്റാണ്. ദേ പപ്പി ലുക്ക്ഡ് ഹംഗ്രി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ എ ആണല്ലേ. ബോത്ത് ആർ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ. കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് കൂടെ കൊടുത്തിട്ടുള്ളത്. അതായത് സ്റ്റേറ്റ്മെന്റ് അപ്പു ഫെഡ് ദ പപ്പി, റീസൺ എന്താണ്? പപ്പി ലുക്ക്ഡ് ഹംഗ്രി. ഹംഗ്രിനെ വെച്ചിട്ടുള്ളത് പോലെ കണ്ടിട്ടാണ് അവൻ ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബോത്ത് ആർ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ആൻസർ ഓപ്ഷൻ ഡി. ആൻസർ ഓപ്ഷൻ എ ആണല്ലേ. ആൻസർ ഓപ്ഷൻ എ. ഇനി ഗണിതം നോക്കാം. 5 1000 34 100 28 10 225 ഒന്ന് ചേർന്ന സംഖ്യയെ സ്ഥാനവിലയ്ക്കനുസരിച്ച് എഴുതിയത് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. 8 1000 9 100 2 10 5 1. 9 1000 8 100 5 1. 8 1000 9 100 5 10. 8 1000 9 100 5 1. അപ്പോൾ ഇതിൽ ഏതാണ് സ്ഥാനവിലയ്ക്ക് അനുസരിച്ച് എഴുതിയിട്ടുള്ള ഏതാണ്? അത് 8 1000 9 100 5 1 എന്നുള്ളതാണ് അല്ലേ. 8 1000 9 100 5 1. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ശ്രീലേഷ് 210 രൂപയ്ക്ക് 21 പേന വാങ്ങി. രൂപേഷ് മറ്റൊരു തരം പേന ഒന്നിന് 2 രൂപ വെച്ച് വാങ്ങി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശ്രീലേഷ് വാങ്ങിയ പേനയ്ക്കാണ് വില കൂടുതൽ. രൂപേഷ് വാങ്ങിയ പേനയ്ക്കാണ് വില കൂടുതൽ. അവർ വാങ്ങിയ ഒരു പേനയുടെ വിലയുടെ വ്യത്യാസം എന്ന് 2 രൂപയാണ്. അവർ വാങ്ങിയ ഒരു പേനയുടെ വില വ്യത്യാസം 9 രൂപയാണ്. അപ്പം ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? 1ഉം 2ഉം. ഓപ്ഷൻ ബി 1ഉം 4ഉം. ഓപ്ഷൻ സി 2ഉം 3ഉം. ഓപ്ഷൻ ഡി 2ഉം 4ഉം. ആൻസർ ഏതാണ് വരുന്നത്? അതെ, ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉമാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉം. ഓക്കെ, ദെൻ അക്കങ്ങളുടെ ഗുണനഫലം 7 വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? അക്കങ്ങളുടെ ഗുണനഫലം 7 വരുന്ന എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 1. അക്കങ്ങളുടെ ഗുണനഫലം 7 വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? എത്ര എണ്ണമാണുള്ളത്? അതെ, 3 ആണല്ലേ. ആൻസർ ഓപ്ഷൻ ബി 3. ഇനി 940 എത്ര കുറവാണ് 94 × 9 എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 94, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 95. ആൻസർ ഏതാണെന്നത്? അതെ, ഓപ്ഷൻ ബി 94 ആണല്ലേ. ഓപ്ഷൻ ബി 94.
1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 55 ആണെങ്കിൽ 2 മുതൽ 20 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. 110, ഓപ്ഷൻ ബി 55, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 150. ആൻസർ എത്രയാണ് കിട്ടുന്നത്? ഓപ്ഷൻ എ ആണല്ലേ, 110 കിട്ടുന്നത്. ഓപ്ഷൻ എ 110. ചേരുംപടി ചേർക്കുക. 15 സെന്റിമീറ്റർ 250 മീറ്റർ, 1 മീറ്റർ 25 സെന്റിമീറ്റർ, 2.5 കിലോമീറ്റർ 150 മില്ലിമീറ്റർ, 250 മില്ലിമീറ്റർ 1000 മില്ലിമീറ്റർ. എ എന്താണ്? 1A 2C 3D 4B. ബി 1B 2D 3A 4C. സി 1D 2A 3B 4C. ഡി 1C 2D 3A 4B. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി ആണല്ലേ. സി ആണ്. 1D 2A 3B 4C എന്നുള്ളതാണ്. ഓപ്ഷൻ സി 1D 2A 3B 4C. ഇനി ചിത്രത്തിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. A 10, B 12, C 14, D 16. റൈറ്റ്, ശരിയായിട്ടുള്ളത് ഏതാണ്? ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളാണുള്ളത്? 16 എണ്ണമാണല്ലേ ഉള്ളത്. ആൻസർ ഓപ്ഷൻ ഡി 16. ഓക്കെ, ദെൻ 2026 എന്നത് റോമൻ സംഖ്യയിൽ എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ റോമൻ സംഖ്യയിൽ എഴുതുമ്പോൾ? ഓപ്ഷൻ സി ആണല്ലേ നമുക്ക് കിട്ടുന്നത്. ഓപ്ഷൻ സി. ദെൻ സമചതുരാകൃതിയായ ഒരു പൂന്തോട്ടത്തിൽ ഒരു വശത്തിന്റെ നീളം 9 മീറ്റർ ആണ്. 4 വശങ്ങളിലും വേലി കിട്ടാനായി 1 മീറ്റർ അകലത്തിൽ കമ്പുകൾ നാട്ടുന്നു. എത്ര കമ്പുകൾ വേണ്ടി വരുമെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. 9 ആണല്ലേ. അപ്പൊ എത്രയായിരിക്കും? യെസ്, 36 ആയിരിക്കും. ഇനി ഒരു പരീക്ഷാ ഹാളിൽ രജിസ്റ്റർ നമ്പർ ക്രമത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ 8800, അവസാനത്തെ കുട്ടിയുടെ നമ്പർ 8900. ആകെ എത്ര കുട്ടികൾ ഉണ്ടെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എത്ര കുട്ടികളാവും ഉണ്ടാവുക? അത് 101 കുട്ടികളായിരിക്കും അല്ലേ ഉണ്ടാവുക. ആൻസർ ഓപ്ഷൻ സി 101. ഓക്കെ, ദെൻ നമുക്ക് EVS നോക്കാം. കേരളീയ വേഷം ധരിച്ച് കത്തിച്ച നിലവിളക്കിന് ചുറ്റും നിന്നും കൈകൊട്ടിപ്പാടി കളിക്കുന്ന കലാരൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാ കൂട്ടുകാരെ? ആൻസർ ഓപ്ഷൻ ഡി ആണല്ലേ, തിരുവാതിരക്കളിയാണ്. ദെൻ സൂര്യന്റെ പ്രതലത്തിൽ ചന്ദ്രൻ മറയ്ക്കുന്ന രീതിയിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അതെ, ആൻസർ ഓപ്ഷൻ സി സൂര്യഗ്രഹണമാണല്ലേ. ആൻസർ ഓപ്ഷൻ സി സൂര്യഗ്രഹണം. ദെൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏവ? 1 മൂങ്ങ, 2 കിവി, 3 തേൻകുരുവി, 4 എമോ. അപ്പൊ ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? 1 മാത്രം, ഓപ്ഷൻ ബി 4 മാത്രം, ഓപ്ഷൻ സി 1ഉം 3ഉം, ഓപ്ഷൻ ഡി 2ഉം 4ഉം. അപ്പൊ ഏതാണ് ആൻസർ? അതെ, ഓപ്ഷൻ ഡി 2ഉം 4ഉം ആണല്ലേ. ഇനി പദാർത്ഥത്തിന്റെ 3 അവസ്ഥകളിൽ വാതകത്തിനും ദ്രാവകത്തിനും മാത്രമായുള്ള പ്രത്യേകതയായി വരുന്ന പ്രസ്താവന ചുവടെ കൊടുത്തവയിൽ ഏതാണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. ബി നിശ്ചിതമായ ആകൃതിയുണ്ട്, ഭാരമുണ്ട്. സി നിശ്ചിതമായ ആകൃതിയില്ല, സ്വതന്ത്രമായി ചലിക്കുന്നു. ഡി നിശ്ചിതമായ ആകൃതിയുണ്ട്, ഭാരമുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? എയും ഡിയും. 2 ഓപ്ഷൻ സി മാത്രം, 3 ബി മാത്രം, 4 ബിയും ഡിയും. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? അതെ, ഓപ്ഷൻ 3 അല്ലേ. സോറി, ഓപ്ഷൻ 2 സി മാത്രം എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ സി 2 ഓപ്ഷൻ 2 സി മാത്രം. അഞ്ചാമത്തെ ചോദ്യം, മനുഷ്യർക്ക് രേഖപ്പെടുത്താൻ സാധിച്ച ആദ്യ കലാരൂപം ഏതാണ്? ചിത്രകല, മാപ്പിളപ്പാട്ട്, ശാസ്ത്രീയ സംഗീതം, നാടൻ പാട്ടുകൾ. ഏതാണ്? അതെ, ചിത്രകലയാണല്ലേ, ചിത്രകല. ഇന്ത്യ ചന്ദ്രനിൽ വിജയകരമായി ഇറക്കിയ പര്യവേഷണ വാഹനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഏതായിരുന്നു? വിക്രം ലാൻഡർ ആണല്ലേ. ആൻസർ ഓപ്ഷൻ സി വിക്രം ലാൻഡർ. ദെൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ യാതൊരു മുന്നറിയിപ്പില്ലാതെ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്ത അന്നത്തെ സൈനിക കമാൻഡർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. വിൻസ്റ്റൺ ചർച്ചിൽ, ലാലാ ലജ്പത് റായ്, റിപ്പൺ പ്രഭു, ജനറൽ ഡയർ. ആരായിരുന്നു? അതെ, ഓപ്ഷൻ ഡി ജനറൽ ഡയർ ആണല്ലേ.
ഓക്കെ, ദെൻ എട്ടാമത്തെ ചോദ്യം, മരുഭൂമിയിലെ സസ്യങ്ങളുടെ പ്രത്യേകതയല്ലാത്തത് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. തണ്ടുകൾക്ക് മെഴുകുപോലുള്ള ആവരണമുണ്ട്. ബി, വേരുകൾ മണ്ണിലേക്ക് വളരെയധികം ആഴ്ന്നിറങ്ങാൻ കഴിവുള്ളവയാണ്. സി, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മെഴുകുപോലുള്ള ഇലകൾ. ഡി, പച്ച നിറമുള്ള തണ്ടുകൾ കട്ടിയുള്ളതിനാൽ ജലം സംഭരിച്ചു വയ്ക്കുന്നു. അപ്പൊ ഇതിലേതാണ് മരുഭൂമിയിലെ സസ്യങ്ങളുടെ പ്രത്യേകതയല്ലാത്തത്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മെഴുകുപോലുള്ള ആവരണം എന്നാണല്ലേ. ഓപ്ഷൻ എ, ഓപ്ഷൻ സി അല്ലേ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മെഴുകുപോലുള്ള ഇലകൾ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മെഴുകുപോലുള്ള ഇലകൾ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഈ ഒമ്പതാമത്തെ ചോദ്യം, ഭരണഘടനാ ദിനം ചുവടെ കൊടുത്തവയിൽ ഏതാണ്? നവംബർ 24, നവംബർ 21, നവംബർ 25, നവംബർ 26. എന്നാണ്? നവംബർ 26 ആണല്ലേ ഭരണഘടനാ ദിനം. ഈ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. പമ്പയാറ്, പെരിയാറ്, ഭാരതപ്പുഴ, ചാലക്കുടി പുഴ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അതെ, ആൻസർ ഓപ്ഷൻ ബി പെരിയാറാണ്. ആൻസർ ഓപ്ഷൻ ബി പെരിയാർ. ഇതിന് GK ക്വസ്റ്റ്യൻസ് നോക്കാം. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2025 നേടിയതാരെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആരാണ്? അത് KG ശങ്കരപിള്ളയാണല്ലേ. ആൻസർ ഓപ്ഷൻ സി KG ശങ്കരപിള്ള. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ആന്ധ്ര. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആന്ധ്രയാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി ആന്ധ്ര. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ് രാജശ്രീ വാര്യർ, AR രാഘവ വാര്യർ, സി അഭിലാഷ് ടോമി, ഓപ്ഷൻ ഡി MK വിമൽ ഗോവിന്ദ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി MR രാഘവ വാര്യർ ആണല്ലേ. 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ് MR രാഘവ വാര്യർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം? 2007 മുതൽ, 2015 മുതൽ, 2020 മുതൽ, 2000 മുതൽ. എന്ന് മുതലാണ്? അതെ, ആൻസർ ഓപ്ഷൻ എ 2007 മുതലാണ്. ഓക്കെ, ദെൻ നിള എന്നറിയപ്പെടുന്ന നദി? പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഏതാണ്? അതെ, ഭാരതപ്പുഴയാണ് അല്ലേ നിള എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന പക്ഷി? വേഴാമ്പൽ, കാക്ക, മയില്, തത്ത. എയും ബിയും. ഓപ്ഷൻ 2 സി മാത്രം, ഓപ്ഷൻ 3 സിയും ഡിയും, ഓപ്ഷൻ 4 ബി മാത്രം. ആൻസർ എന്താണ്? ഓപ്ഷൻ 4 ബി മാത്രം എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ദെൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആരാണ്? VV രാജേഷ്, രാജേഷ് കുമാർ, ആര്യ രാജേന്ദ്രൻ, വി ശിവൻകുട്ടി. ആരാണ്? അതെ, ആൻസർ ഓപ്ഷൻ എ VV രാജേഷ് ആണല്ലേ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ്. ദെൻ ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത്? കളങ്ങൾ, നീർച്ചാലുകൾ, തണ്ണീർത്തടങ്ങൾ, പുഴകൾ. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ് അല്ലെ. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്താണ്? തണ്ണീർത്തടങ്ങൾ. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി? മയില്, മലമുഴക്കി വേഴാമ്പൽ, പെൻഗ്വിൻ, കോഴി. ഏതായിരുന്നു? അതെ, മലമുഴക്കി വേഴാമ്പലാണ് അല്ലെ. ആൻസർ ഓപ്ഷൻ ബി മലമുഴക്കി വേഴാമ്പൽ. ഈ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി ഇരവികുളം, ഓപ്ഷൻ സി പീച്ചി, ഓപ്ഷൻ ഡി ആറളം. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആറളമാണല്ലേ. ആൻസർ ഓപ്ഷൻ ഡി ആറളം. ഫസ്റ്റ് പാർട്ടിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.